സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ KV റാബിയ വിടവാങ്ങി. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയാണ്. 59 വയസ്സായിരുന്നു. വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നു. വിപിൻ, പോളിയോ മാത്രമായിരുന്നില്ല, അർബുദബാധിതയായിരുന്നു. എന്നിട്ടും ദൃഢനിശ്ചയത്തിൽ അക്ഷര വിളിച്ചുമൊക്കെ പടന്ന് ഏത് രീതിയിൽ ഒരു മോട്ടിവേഷൻ്റെ ജീവിക്കുന്ന പ്രതീകമായിരുന്നു റാബിയ. അന്ത്യം എപ്പോഴായിരുന്നു? എപ്പോഴാണ് നാടിൻ്റെ യാത്രയപ്പോൾ? വിപിൻ. അല്പസമയം മുൻപാണ് അഷ്മി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് KV റാബിയ വിടവാങ്ങിയിരിക്കുന്നത്. സാക്ഷരതാ പ്രവർത്തകയും സാംസ്കാരിക സാമൂഹിക രംഗത്തൊക്കെ തന്നെ നിറസാന്നിധ്യവുമായിരുന്നു KV റാബിയ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അവർക്ക് പോളിയോ ബാധിച്ചത്. അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പിന്നീട് കോളേജിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ കാലുകൾ രണ്ടും തളർന്നു പോവുകയായിരുന്നു. അതിനുശേഷം 4 ചുവരുകൾക്കുള്ളിലായിരുന്നു അവരുടെ ജീവിതം. പക്ഷേ അതിൽ ഒതുങ്ങിക്കൂടാൻ KV റാബിയ തയ്യാറായില്ല. അതിന് പിന്നീട് വന്നിട്ടുള്ള സാക്ഷരതാ മിഷനിൽ സജീവമായി തന്നെ ഒരു നാടിൻ്റെ പങ്കാളിത്തം ഉണ്ടാവുകയും പിന്നീട് അതുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെയാണ് അവർ നിറസാന്നിധ്യമായത്. അവരുടെ ആ ഒരു ജീവിതം തന്നെ അതിന് സാക്ഷിയാക്കി എന്നുള്ളതാണ്. 1990കളിൽ കേരള സർക്കാർ സാക്ഷരതാ മിഷൻ ആരംഭിച്ചപ്പോൾ അതിൽ സജീവ പങ്കാളിയായതോടുകൂടിയായിരുന്നു റാബിയയെ പുറം ലോകം അറിഞ്ഞത്. തുടർന്ന് ട്യൂഷൻ അധ്യാപിക, സ്ത്രീ ശാക്തീകരണ പ്രവർത്തനം, ചലനം പ്രവർത്തക, എഴുത്തുകാരി തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ തന്നെ അവർ നിറഞ്ഞു നിന്നു. 2022ലായിരുന്നു രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. റാബിയയുടെ ജീവിതത്തെ ആസ്പദമാക്കി റാബിയ ചലിക്കുന്നു, ഒരക്ഷരം, ഒരു ചുവട്, ഫീനിക്സ് പക്ഷി എന്നീ ഡോക്യുമെൻ്ററികളും പുറത്തിറങ്ങിയിട്ടുണ്ട്. നെഹ്റു യുവ കേന്ദ്ര അവാർഡ്, നാഷണൽ യൂത്ത് അവാർഡ്, സംസ്ഥാന സാക്ഷരതാ മിഷൻ അവാർഡ്, വനിതാരത്നം പുരസ്കാരം എന്നിവയെല്ലാം റാബിയയെ തേടിയെത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 1994 സർക്കാരിൻ്റെ മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ദേശീയ യുവജന അവാർഡോടെയാണ് റാബിയയ്ക്ക് ആദ്യത്തെ ഒരു ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. പിന്നീട് ഒട്ടേറെ പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തുകയും ചെയ്തു. 2000 സർക്കാരിൻ്റെ ശിശുക്ഷേമ വകുപ്പ് ഏർപ്പെടുത്തിയ കണ്ണകി സ്ത്രീശക്തി അവാർഡും റാബിയയ്ക്ക് ലഭിച്ചു. സഹോദരിമാർ സഫിയ, സയ്യ, ആരിഫ, പരേതരായ ഖദീജ, നഫീസ എന്നിവർ സഹോദരിമാരാണ്. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ എന്നതിനെ സംബന്ധിച്ച ഒരു അന്തിമ രൂപം ആയിട്ടില്ല. ഇപ്പോൾ വീട്ടിൽ പൊതുദർശനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. ആഷ്മി. ഓക്കെ, വിപിൻ സി വിജയനാണ് മലപ്പുറത്തുനിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ പറയുന്ന രീതിയിൽ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു ജീവിക്കുന്ന മൂർത്തമായൊരു പ്രതീകമായിരുന്നു റാബിയ. റാബിയയ്ക്ക് നാട് ആ രീതിയിൽ തന്നെ യാത്രയപ്പം നൽകാൻ ഒരുങ്ങുകയാണ്.